അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിനെ കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതായത് ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള അഭിഷേകമുണ്ടെന്ന്. ഈ അഭിഷേകത്തിന് ബൈബിളിൽ പറയണ വാക്കെന്താണെന്നറിയാമോ? അനോയിൻറ്റിംഗ് എന്ന് പറയും, പക്ഷേ ചില സമയത്ത് വിശ്രമമെന്ന് പറയും. വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമമില്ലാത്ത അവസ്ഥ. ഇസ്രയേൽ, നീ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലേ? അപ്പം ദൈവം നൽകുന്ന സകല സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തോടെ, പ്രത്യാശയോടെ, അതുപോലെ തന്നെ സമർപ്പണത്തോടെ, ദൈവിക പുണ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ അതിനെ സമീപിച്ച് കഴിയുമ്പോഴാണ് ഈ വിശ്രമം ഉണ്ടാകുന്നത്. സമർപ്പണം കഴിഞ്ഞാണ് വിശ്രമം. ശ്രമമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ദൈവകൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് അഭിഷേകത്തിൻ്റെ ദൈവം പറയുന്ന വേറൊരു പേരാണ് വിശ്രമം. ഇപ്പം ഉദാഹരണത്തിന് എബ്രായർ 4:1 തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാലേ, അതായത് വിശ്രമം എങ്ങനെ വരണമെന്നറിയാമോ? വിശ്വാസം മുതൽ വിശ്രമം വരെയാണ് ദൈവിക പുണ്യങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയുന്നത്. വിശ്വാസം, അത് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാശ, പിന്നെ എന്താണ്? ദൈവസ്നേഹം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യണത് ഈ ഒരു മോഡിലാണ് ലോഞ്ച് ചെയ്യണത്. പക്ഷേ ചില വിഷയങ്ങൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങൾ ദൈവം മനഃപൂർവ്വം നമുക്ക് ചെയ്തു തരത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃപയാണ്. ഇപ്പം വിശ്വാസവും പ്രത്യാശ സ്നേഹവും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വരെ ഉപയോഗിക്കാം. പക്ഷെ കൃപയിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾക്ക് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, സ്നേഹിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. അപ്പോഴേ സമർപ്പണം ഇപ്പോൾ കൃപയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരണത് സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണത്തിൽ വെച്ചാണ് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയുടെ ഫലങ്ങൾ വരണത്. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്ത് പോലെ ഭൂമിയിൽ ആകണമേ. അത് സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ. വിശ്വാസം മാറി, പ്രത്യാശ മാറി, സ്നേഹം മാറി, സമർപ്പണത്തിലാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്ലേസ്മെൻറ്റ്, ലാൻഡിങ് നടക്കുന്നത്. ഇനി സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ ആരുൾപ്പെടുത്തരുതെന്നാണ്? ദൈവമാണ് ഉൾപ്പെടുത്തുന്നത്. അതെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പാപരഹിതരായി ജീവിക്കാൻ വേണ്ട അഭിഷേകം തരാം. അതെങ്ങനെ മനസ്സിലാകുന്നറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ജെറമിയ ഒന്ന് വായിച്ചാൽ മതി. ജെറമിയ 31:2 വായിച്ചേ. കർത്താവ് അരുൾ ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം, ക്ലേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ക്ലേശങ്ങളെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പം എപ്പോഴും ഈ കൃപ കണ്ടെത്തുന്ന എപ്പോഴും വെച്ചാണ്? ക്ലേശങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞാണ്. അതിജീവിക്കണം എന്തുകൊണ്ടാണ്? അതിജീവിത വിശ്വാസം കൊണ്ടാണ്. അതിജീവിത വിശ്വാസം കൊണ്ടാണ് ക്ലേശങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്. ക്ലേശങ്ങളുണ്ടാവും, പക്ഷെ അതിനെ കൗൺട്രാക്ട് ചെയ്യാനും അതിനെ അതിജീവിക്കാനും നമുക്കെന്താ വേണ്ടത്? കോമൺ ഫെയ്ത്ത് പറ്റത്തില്ല. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് എൻ്റെ 2 സഹോദരങ്ങൾ വന്ന് എന്നെ അവിടെ ധ്യാനത്തെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനവിടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്.
ഇപ്പം ഞാനോട് പറഞ്ഞു ഈ കോമൺ ഫെയ്ത്ത് കൊണ്ട് ആഞ്ഞിലി കൊണ്ട് വല്ലൊരു വീട് വെക്കുമെന്ന് ചോദിച്ചു അവരോട്, ആഞ്ഞിലി കൊണ്ട്. അപ്പോൾ അവർ പറയും വെക്കൂല അച്ഛാ. ഞാൻ പറഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടല്ലേ വെക്കത്തുള്ളൂ, കാതൽ കൊണ്ടല്ലേ വീട് വെക്കത്തുള്ളൂ. കാര്യം ആഞ്ഞിലി 1000 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അതിൻ്റെ വെള്ളമുണ്ട്. വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ വെള്ളം ഉച്ചകൂത്താൻ തുടങ്ങും. അപ്പോൾ ആഞ്ഞിലി വെള്ളം വെച്ച് ഒരു വീട് വെക്കുക ഇല്ല. ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. നമുക്കുള്ള വിശ്വാസം, പലർക്കുള്ള വിശ്വാസം അതാണ്. അത് ഉച്ചകൂത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചകൂത്താൻ തുടങ്ങും. അതിൻ്റെ ബലക്ഷയം ഉണ്ടാകും. കാര്യം ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൽ അവിശ്വാസം കൂടി ഉണ്ട്. അല്പവിശ്വാസമുണ്ട്. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പം കാതലും ബാക്കിയെല്ലാം വെള്ളയുമാണെന്നായി പറയണത്. അല്പവിശ്വാസി ഈശോ ചോദിക്കണില്ലേ സംശയിച്ചത് എന്ത്? അതിപ്പോൾ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ ആഞ്ഞിലിയുടെ കൂടെ കാതലുള്ള പോലെ തന്നെ വെള്ളയുണ്ട്, സംശയം ഉണ്ടെന്നർത്ഥം. സംശയത്തിന് വെള്ളയെന്ന് പറയണത്. വെള്ളം കെട്ടി വെച്ച് അറുത്ത് എല്ലാവരും വീട് വെക്കുക ഇല്ല, അത് ചൂത്തു എപ്പോഴായാലും. അപ്പോൾ അതുകൊണ്ട് ദൈവം അതൊന്നും എടുക്കത്തില്ല. അല്പവിശ്വാസികളെ ഒന്നും ദൈവം ഒരു കാര്യത്തിൽ എടുക്കത്തില്ല. പിന്നെ എന്താ ചെയ്യണത്? ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞില്ലേ. വലിയ വിശ്വാസമുണ്ട്, പക്ഷേ കൃപയിലേക്ക് വരണത്. അതുകൊണ്ട് വലിയ വിശ്വാസം കൊണ്ട് വലിയ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയെടുക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ കൃപ കിട്ടത്തില്ല. കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറമ്യാ പദ്ധതി, അതായത് വാളിൻ്റെ ക്ലേശങ്ങൾ അതിജീവിച്ച ജനം മരുഭൂമി കൃപ കണ്ടെത്തി എന്നാണ് പറയണത്. ഇപ്പം കൃപ കണ്ടെത്തുന്നത് എപ്പോഴും സാധുരമായ പച്ചപ്പുറങ്ങളല്ല, അത് ബ്ലെസ്സിങ്സാണ്. ഇടേനെക്കുറിച്ച് പറയത്തില്ലേ, പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തുന്നു, നിശ്ചലമായ ജലാശയത്തിനെ കുടിപ്പിക്കുന്നു. അത് ബ്ലെസ്സിങ്സാണ്. ആ സാധനങ്ങളിൽ എപ്പോഴും ബ്ലെസ്സിങ്സാണ് കിട്ടുന്നത്. അപ്പോഴും മരുഭൂമിയിലാണ് കൃപയുള്ളത്. ആ കൃപ ആരായിരിക്കണം? വാളിനെ അതിജീവിച്ച ജനമാണ്. അപ്പം വാളിനെ അതിജീവിച്ചവരാണ് കൃപയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്താണ്? വാളിനെ അതിജീവിച്ച ജനം മരുഭൂമി കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വിശ്രമമാണേ. വിശ്വാസം മുതൽ വിശ്രമം വരെ. ഈ വിശ്രമത്തിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഐ കമൻഡ് മൈ സ്പിരിറ്റ് എന്നും പറഞ്ഞ് കുരിശിൽ അവൻ വിശ്രമിക്കുകയാണ്. ഇടത്തോട്ട് തലയാഴ്ച സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് വിശ്രമം. എന്ന് വെച്ചാൽ ആ വേദന എവിടെയോ വെച്ച് എൻ്റെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർത്താവിന് പിതാവുമായിട്ട് കണക്ഷൻസ് കിട്ടി. എൻ്റെ പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് വിശ്രമം എന്ന് പറയുന്നത്. വിശ്രമം. ഈ വിശ്രമം എന്ന് വെച്ചാൽ മരണത്തിൻ്റെ വേദനയെ അഭിഷേകമായി ഈശോയ്ക്ക് അഭിഷേകം കിട്ടി. അപ്പായോട്ട് ലൈൻ കണക്റ്റഡായിട്ടാണ് ഇവൻ അടുത്തേക്ക് തല ചായ്ച്ച് ഉറങ്ങണത്, കർത്താവിന് ജീവൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമാണ് കൃപയുടെ കഠോര കൃപ. അവൻ്റെ കഠോര കൃപ. മെൽ ഗിബ്സനൊക്കെ ആ സമയത്ത് ഭയങ്കര മഴ പെയ്യിക്കണ കാണാം. എന്ത് രസമാണെന്ന് അറിയാം ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ മഴ പെയ്യണ കാണാം. അതിമനോഹരമാണ് ആ സിനിമ. അപ്പം അതുപോലെ തന്നെ വിശ്രമം. ഇപ്പോൾ ഓട്ടിസം രോഗികളെന്ന് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, അവർക്കും അവരെ സൂക്ഷിക്കുന്നവരും ഒരു ടൈം കഴിയുമ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ആദ്യകാലങ്ങളിലെ പോലെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ദൈവസ്നേഹവും സമർപ്പണം കൊണ്ട് നിറഞ്ഞിട്ട് സമർപ്പണത്തിന് അടുത്ത ഘട്ടത്തിൽ ദൈവം ഇങ്ങനൊരു കുഞ്ഞിനെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു, ഞാൻ അങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, എന്താ കൃപയിൽ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാത്തിനും എൻ്റെ ദൈവവേദന അഭിഷേകമുണ്ട്. നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് പിരിയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാര്യം ഒന്നാമത്തെ ലോകത്താന്മാരെ പിരിയത്തുള്ളൂ, ജഡിക കോമാളികൾ മാത്രമേ പിരിയത്തുള്ളൂ, അല്ലാത്തൊരു പിരിയത്തില്ല. കാര്യം അവർക്ക് ആത്മജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചെന്നായും പുള്ളിപ്പുലിയാനും പശുവിൻ്റെ കൂടെ താമസിക്കും, പശു ചെന്നായ്ക്കളോട് താമസിക്കും. അഭിഷേകത്തിൻ്റെ വിശ്രമത്തിൻ്റെ വലിയ കാലമാണത്. അത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ദൈവത്തിന് മാറരുത്. ശരിക്കും എന്ത് ക്ലേശം ഉണ്ടായാലും ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ ഒരു കളങ്കമായ വാക്കുപോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ നാളെ പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
സർവശക്തനായ ദൈവത്തിനും ദൈവമാതാവിനും ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഈ പുണ്യഭൂമിക്കും എൻ്റെ പ്രണാമം. ഞാൻ രാജു ശിവനന്ദൻ, ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ മർച്ചൻ്റ് നേവിയിലെ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മർച്ചൻ്റ് നേവിയുടെ അവരുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ ഒരു ടീം കമാൻഡറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ കൃപാസനത്തിനെ പറ്റി കേട്ടറിവൊന്നും ഇല്ലായിരുന്നു. കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മഹത്വത്തെ പറ്റിയുള്ള ഒരു അറിവുകളും എനിക്കില്ലായിരുന്നു. 10 മാസത്തിൽ ഈ 2023 1.5 മാസമായതേ ഉള്ളൂ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട്. എൻ്റെ മകൾ ദേവനന്ദിനി, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആചാരങ്ങളിൽ കൂടി വന്ന ഒരാളാണ്. എൻ്റെ മകൾ ജനിച്ച് 4ാമത്തെ ദിവസം ഫിക്സ് വന്ന്, അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിന് ഷുഗർ ഡൗണായി ഫിക്സ് വന്നിട്ട് ബ്രെയിനിൻ്റെ നെർവസിന് പ്രോബ്ലമായിട്ട് ഇപ്പോൾ ശ്രീ ചിത്ര തിരുവനന്തപുരത്താണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് നടക്കും, ബാക്കി യാതൊരു ഒന്നും തന്നെയും പ്രവർത്തനമില്ല. അതായത് സംസാരശേഷിയില്ല, മറ്റ് ബുദ്ധിപരമായിട്ടുള്ള യാതൊരു കഴിവുകളും കുഞ്ഞിനില്ല. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ അച്ഛനും അമ്മയുടെയും മാതാപിതാക്കളുടെ ഒരു കാര്യങ്ങൾ വേണം. വിശന്നാൽ ഞങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് കാണിക്കും ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അല്ലാതെ യാതൊന്നുമില്ല. ആ ഒരു കാര്യം. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് കൃപാസനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി, അമ്മയുടെ മഹത്വത്തെപ്പറ്റി എന്നോട് പറഞ്ഞത്. കാരണം വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തു. ഇപ്പം അത് ഞങ്ങൾക്ക് ബോധ്യമാണ്. കാരണം ഇനി നടക്കുന്നെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം, കാരണത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ നടത്തണം. എന്നാൽ മാത്രമേ എൻ്റെ മോക്കൊരു രക്ഷയുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, അവരൊരു നിമിത്തമാണെന്ന് എനിക്കറിയാം. കാരണം ഈ പുണ്യഭൂമിയിൽ ഞാൻ വരണമെങ്കിൽ അത് വിളിക്കാതെ വരാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിളിച്ചിട്ട് തന്നെയാണ്, സമയം ഇപ്പോഴായിരിക്കും ആയത്. പക്ഷേ എൻ്റെ ഈ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ ആരാധിക്കുവാണെന്ന് എനിക്കറിയില്ല. കാരണം ക്രിസ്തുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി ഭജിക്കുമ്പോഴും ക്രിസ്തുദേവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ക്രൂശിതമായ ആ രൂപം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുമായിരുന്നു. എൻ്റെ വല്ലാത്തൊരു വേദന തോന്നുമായിരുന്നു. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, സ്നേഹിക്കുന്ന ഒരാളിനെ ഇത്രയും ക്രൂരമായിട്ട് കിടക്കുന്ന ആ രൂപം കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു വേദനയുണ്ടാവും. ആ വേദനയിൽ കൂടിയായിരിക്കും അദ്ദേഹത്തിനോട് അടക്കാൻ പറ്റാത്ത ഒരു സ്നേഹമായി മാറി. കടലിൻ്റെ എൻ്റെ ഏകാന്തമായ ജീവിതത്തിൽ എനിക്കൊരു തുണയെന്ന് പറയാൻ, എനിക്കൊരു കൂട്ടുകാരനെ പോലായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ശൂന്യതയിൽ നോക്കി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ചില സമയത്ത് ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട്, എനിക്കെന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലം ആയോ കാരണം. പക്ഷേ പിന്നീട് അത് ചിന്തിക്കുമ്പോഴും ഞാൻ ഓർത്ത്, ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനെ പറ്റിയാണ്. അദ്ദേഹത്തിനോടാണ് സംസാരിക്കുന്നത്. എൻ്റെ ദുഃഖങ്ങളുണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഞാനങ്ങനെ ശൂന്യതയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങി. 3 വർഷത്തിന് മുന്നെയാണ് ഈ എൻ്റെ ആക്സിഡൻറ്റ് നടക്കുന്നത്. ഞങ്ങൾ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതൻ പോർട്ടിൽ നിന്നിട്ട് സൗത്ത് ആഫ്രിക്കയിലെ റിച്ചാർഡ്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങൾ 3 പേര് ഇന്ത്യക്കാരാണ്, ബാക്കിയെല്ലാം മറ്റുള്ള രാജ്യക്കാരാണ്. ക്യാപ്റ്റൻ റഷ്യക്കാരനാണ്. അപ്പം മൺസൂണിൻ്റെ ടൈമാണ്. ഷിപ്പ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ തന്നെ കടലിൻ്റെ രുദ്രഭാവം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി തീക്ഷ്ണമായ, കാരണം മൺസൂൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രവും അതിനെ ഇതരപ്പെട്ട മറ്റെല്ലാ സമുദ്രങ്ങളും വളരെ റഫായിട്ടുള്ള സമയമാണ്. ഏകദേശം വളരെ കഠിനമായ യാത്രയാണ്. പക്ഷേങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പെട്ടത് അൺപ്രഡിക്റ്റബിൾ, അതായത് ആ പെട്ടെന്നുണ്ടായ ഒരു ചക്രവാത ചുഴിയുടെ വക്കിലാണ്. ഒന്നാമത്തെ കാര്യം, ലോഡുകൂടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഷിപ്പിൻ്റെ കണ്ടീഷൻ, അതായത് ബാലൻസ് കണ്ടീഷൻ വല്ലാത്ത ഒരവസ്ഥയിലാണ്.
നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിതീക്ഷ്ണമായ രീതിയിലുള്ള കൊടുങ്കാറ്റും തിര നമുക്ക് പ്രവചിക്കാൻ പറ്റാതെ, കാരണം എന്ന് വെച്ചാൽ ഇത്രയും പരിചയമുള്ളവരുടെ പോലും ഉള്ളിൽ കിടുങ്ങുന്ന രീതിയിലുള്ള തിരകളാണ് നടുക്കടൽ. ആയിരക്കണക്കിന് കിലോമീറ്ററിൻ്റെ ഉൾക്കടലിലാണ്. ഞാനവിടെ ഉൾപ്പെടെയുള്ള 23 ആൾക്കാരാണ്. കുറേ സമയം കഴിഞ്ഞ് ആ തിരയും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഷിപ്പിൻ്റെ ഇഞ്ചൻ നിലച്ചത്. കാരണം എന്ന് വെച്ചാൽ അതിന് തള്ളാൻ പറ്റുന്ന രീതിയിലാണ് തെക്കോട്ട് അത് ഞങ്ങൾ സൗത്തിലേക്ക് പോവുകയാണ്. ഈ വരുന്നത് സൗത്ത് വെസ്റ്റ് വിൻഡ് ആൻഡ് വേവ്സ് ആണ്. അപ്പോൾ അതിനെ അതിജീവിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കഴിവ് ഒരു പക്ഷേ ആ ഷിപ്പിൻ്റെ എൻജിൻ ആ സമയത്ത് ഇല്ലാത്ത കൊണ്ടായിരിക്കും എൻജിൻ നിലച്ച്. എൻജിൻ നിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് ഈ കയറ് പൊട്ടിയ പട്ടം പോലായി, ഒരു പിടുത്തവും ഇല്ല. പിന്നെ പാട്ടയ്ക്കകത്ത് കല്ല് കടന്ന് കുലുങ്ങുന്ന ഒരവസ്ഥയായി. 23 പേര് ജീവനും മരണത്തിനെയും ഉള്ള ഒരു പുറപ്പാടായി. അപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച്, ദേവാ എന്തായി നടക്കുന്നത്, എങ്ങനെങ്കിലും ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം. പറഞ്ഞ് തീർന്നതുമല്ല, ഷിപ്പ് മറിഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് വെള്ളത്തിൻ്റെ അടിയിലാണോ അതോ മുകളിലാണെന്നൊന്നും അറിയാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ ആ സംഭവം നടക്കുമ്പം ഇരുട്ടായി. പക്ഷേ ഇത് ഡേ ടൈമിലാണ് ഈ മറിയുന്നത്. പക്ഷെ അന്നേരം ഇരുട്ടായപ്പോൾ നമുക്ക് മനസ്സിലായി അണ്ടർ വാട്ടർ, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന്. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, നാഥാ ഞാൻ പോകുകയാണ്. ആ ഒരു വാക്ക് പറഞ്ഞ് ഏതാണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, ഒരിക്കലും നമുക്കറിയാം തിരിച്ചൊരു തിരയടിച്ചെങ്കിൽ മാത്രമേ ഷിപ്പിൻ്റെ അതിൻ്റെ ആ സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരൂ. പക്ഷെ പിന്നെ നോക്കുമ്പം ആകാശം കാണാം. അപ്പോൾ എന്തോ രക്ഷപ്പെട്ടു, ദൈവമേ, ദൈവത്തിന് സ്തുതി. അങ്ങനെ ഞങ്ങൾ 1.5 ദിവസം ആ അഗാധമായ കടലിൽ ജീവനെ മരണത്തിൻ്റെ ഇടയിൽ കഴിച്ചുകൂട്ടി. 1.5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചൻ ശരിയായിട്ട് ഞങ്ങൾ തിരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, തിരികെ തന്നെ പോയി. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന വേറെ ഏറ്റവും വലിയ എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വാക്കുകളുകൊണ്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച ഒരു കാര്യം, എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ടായിരുന്നു. ബൈബിൾ തന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാനത് വായിച്ചു നോക്കി, ഇപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പുതിയ വാക്കുകളാണ്, ആളുകളുടെ പേരായാലും സ്ഥലങ്ങളുടെ പേരായാലും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ഒരിക്കൽ പറഞ്ഞത്, വായിച്ചിട്ട് കൂടുതൽ മനസ്സിലാകുന്നില്ല, ഏകദേശമൊക്കെ കുറച്ചൊക്കെ പിടികിട്ടി. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, അതിനകത്ത് സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് എടുത്ത് വെച്ച് വായിക്കുക, സമയം കിട്ടുമ്പോൾ അന്ന് വായിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ റൂമിൽ ഞാൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഷിപ്പിൽ അതൊരു ദിനചര്യമായി. ഞാൻ സങ്കീർത്തനം 1 മുതൽ അവസാനം വരെ വായിക്കും, വീണ്ടും സങ്കീർത്തനം വായിക്കും, അതങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഈ ഇൻസിഡൻറ്റ് നടന്ന് അപ്പോഴും ഞങ്ങൾ കപ്പൽ ശരിയായിട്ടില്ല, ഈ വെള്ളത്തിൻ്റെ അടിയിലാണോ മുകളിലാണോ എന്നറിയാമോ, ഇരുട്ടാണ്. നമ്മൾ തിരികെ വന്ന് കഴിഞ്ഞപ്പോഴേ തന്നെ അവിടെ അലാറമായി. കാരണം എന്ന് വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഇടണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തകർന്നാലും എങ്ങനെങ്കിലും പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം അഗാധമായ തിരയും കടലും വീണ് കഴിഞ്ഞാൽ അപ്പോഴേ പോവും. പക്ഷെ ഞാൻ റൂമിലെത്തി ഞാൻ ആ ബൈബിൾ എടുത്ത് തുറന്ന് നോക്കി, എന്താണെന്നൊന്നും അറിയാൻ ഞാൻ ബൈബിളൊന്ന് തുറന്ന് നോക്കി ആ ഒരു വാക്കാണ് എന്നെ സത്യത്തിന് ഇന്നിവിടെ നിർത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്യുന്നതൻ ആകാശത്തിൽ നിന്ന്, അതായത് ഉയരത്തിൽ നിന്ന് കൈ തന്ന് പെരുവെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചുയർത്തി. വല്ലാതെ, കാരണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഈശ്വരനെ അതായത് ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുകയാണ്. ആരാധിച്ചിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, സ്നേഹം എൻ്റെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ആ ബൈബിളിനെ ചേർത്ത് പിടിച്ച് ക്രിസ്തുവാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മൾ പറയുന്നില്ലേ, ഈശ്വരൻ സംസാരിക്കും നമ്മളോട്. എൻ്റെ അനുഭവമാണ്, സംസാരിച്ചതാണ് എന്നോട്.
അതും മരണത്തിൻ്റെ വക്കിൽ വെച്ച് എന്നോട് സംസാരിച്ചു. അതെന്നെ കൂടുതൽ എൻ്റെ കുടുംബത്തിനെ തന്നെ, പിന്നെ അങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ ഈ പുണ്യഭൂമിയിൽ എത്തുന്നത്. അവർ നിമിത്തമായി ദൈവമേ അവരുടെ കുടുംബത്തിന് നന്മ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ 16/10/2023 ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് വീട്ടിലെത്തി ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച്. മറ്റ് പ്രാർത്ഥനാ രീതികളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എൻ്റെ വൈഫിനാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ അറിയില്ല. അപ്പം ഞാൻ അയാളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക, പുസ്തകത്തിനകത്ത് ചൊല്ലുക, അതെല്ലാം ചൊല്ലുക. പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഈശ്വരനോട് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, അതൊന്നും വേണ്ട. സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. കാരണം എന്ന് വെച്ചാൽ ദൈവമാതാവിനോട് ആ രീതിയിൽ ഇടപെട്ടാൽ മതി, അതായിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞു. കാരണം പ്രാർത്ഥനയുടെ രീതി അറിയില്ലല്ലോ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ മകളുടെ ആ പുണ്യ തൈലം, അപ്പോൾ എൻ്റെ മകളുടെ കയ്യിൽ ഇവിടെ മുഴ പോലെ ഉണ്ടായിരുന്നു. മുഴയെന്ന് പറഞ്ഞാൽ തഴമ്പ് പോലെ കുഞ്ഞിൻ്റെ കയ്യിലുള്ളതാണ്. കുഞ്ഞ് ഒന്നാമത്തെ കാര്യം ഡിസബിൾഡാണ്, ഓടി നടക്കുമെങ്കിലും സംസാരശേഷിയോ ബുദ്ധിപരമായിട്ടുള്ള ഒരു വികാസമോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ തൈലം എടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ്, അമ്മേ ഞാനിത് തേക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് കാണിക്കണമെന്ന്. അത് കാണിച്ച് പിറ്റേ ദിവസം രാവിലെ അത് നോക്കുമ്പോഴാണ് ആ മുഴയൊക്കെ ഒരുമാതിരി, മുഴയെന്നല്ല, അതങ്ങനെ ഒരു പ്ലെയിൻ പോലായി. അത് പൂർണ്ണമായി മാറിയെന്നല്ല, പക്ഷേങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള, എന്താണ് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതെന്നറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ്. ഇപ്പം എൻ്റെ മകളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളൊക്കെ അമ്മ അച്ഛനൊന്നും വിളിക്കാനൊന്നും അത് ഏബിളായിട്ടില്ല. പക്ഷെ സംസാരിക്കുന്നതിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയതായിട്ട് നമുക്ക് തോന്നി തുടങ്ങി. കാരണം എന്തൊക്കെയോ പറയുകയാണ്, അതിങ്ങനെ പറയുന്ന എൻ്റെ നാവിന് ശക്തി. നമ്മളങ്ങനെ ഈ പുണ്യതൈലം കുഞ്ഞിൻ്റെ നെറ്റിക്കും തൊണ്ടയിലും പ്രാർത്ഥിച്ച് തേക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് തന്ന തേൻ നാവിൽ ഉറ്റിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഒരു വല്ലാത്ത മാറ്റം, വല്ലാത്തെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു മാറ്റവും പ്രസൻസും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം ഇത്രയും ബ്ലെസ്സിങ് തരാൻ വേണ്ടി പാവികളായി ഞങ്ങൾ ഇത്രയും സൗഭാഗ്യം ചെയ്തു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയി. കാരണം എൻ്റെ മോളിപ്പോൾ ആ ഒരു കണ്ടീഷനാണ്. കാരണം ഇത്രയും പുരോഗതി എൻ്റെ മകൾക്ക് കൊടുക്കുന്ന സർവശക്തനായ തമ്പുരാനി, ആ മധ്യസ്ഥ വഹിക്കുന്ന ദൈവമാതാവിനും എങ്ങനെ നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ മകളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം അവളൊരു പ്രോഗ്രസിൻ്റെ വക്കിലാണ്. അത് കാരണം ഇപ്പം ഞാൻ വന്നിട്ട് 2 മാസമായതേ ഉള്ളൂ ഷിപ്പിൽ നിന്ന്. അവിടുന്ന് എൻ്റെ കാലിൽ 1 മാസം മുന്നേ, ഞാൻ നാട്ടിലെത്തുന്നതിന് 1 മാസം മുന്നേ എന്തോ ഒന്ന് കടിച്ചതാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ മറ്റ് ഇഴജന്തുക്കളൊന്നുമില്ല, ഷിപ്പിലാണ്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, കാല് വല്ലാതെ ചൊറിഞ്ഞ് വീങ്ങി എൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗം ഒരു വല്ലാത്ത രീതിയിലായി. അത് വേദനയുണ്ട്, ചൊറിച്ചിലുമുണ്ട്, നീരുമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അസ്വസ്ഥതയൊന്നും കണക്കാക്കാതാണ് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും. അപ്പോൾ കുഞ്ഞിന് തേച്ച പോലെ തന്നെ ഞാൻ എൻ്റെ ആ കാലിലും തേച്ചു. കാരണം എന്ന് വെച്ചാൽ ഡോക്ടറെ കാണണം. അപ്പം വൈഫ് എന്നോട് പറഞ്ഞു, പോയി ഡോക്ടറെ കാണണം, ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, കൂടി വരുവാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ തേച്ച പോലെ തന്നെ എൻ്റെ കയ്യിലും തേച്ചു. എൻ്റെ കയ്യെ തേച്ച്, എൻ്റെ കാലേ തേച്ച് രാവിലെ ആയപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ കൈ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ എൻ്റെ കാലായിരുന്നു നോക്കിയത്. ഞാനിപ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അന്ന് രാവിലെ. എന്ത് മിറാക്കിളാണ് സംഭവിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത്. ഞാൻ വൈഫിനോട് പറഞ്ഞു എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ട്, നമുക്ക് ഒരു അനുഗ്രഹമുണ്ട്. അതില്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. കാരണം കുഞ്ഞിൻ്റെ ഉണ്ട് എൻ്റെയും വന്ന്. കാരണം ഈ ദേവൻ്റെ ഈ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്നോട് ഞാൻ കണ്ടതാണ്. കാരണം 23 പേരെ അഗാധമായ കടലിൽ നിന്നും സുരക്ഷിതമായ കരയിലെത്തിച്ചവനാണ്. കാരണം 23 പേര് ജീവനും കൊണ്ട് ആ ഒരു കരങ്ങളിൽ കൊണ്ട് മാത്രമേ ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആ
കരുതലും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച. പക്ഷേ അമ്മയുടെ ഇടപെടൽ ഇതിലൂടെ വന്നപ്പം അപ്പം രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് നോക്കിയത്. മെഴുകുതിരിയെല്ലാം അണച്ച് എല്ലാം വെച്ചതിന് ശേഷം യാതൊരുവിധ സുഗന്ധദ്രവ്യങ്ങളും ആ സമയത്ത് എൻ്റെ വീട്ടിലില്ല, കത്തിച്ചിട്ടുമില്ല. പക്ഷേ അഭൗമ്യമായ ഒരു സുഗന്ധമാണ് എൻ്റെ വീട്ടിൽ ആ സമയത്ത് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ചന്ദനത്തിരിയുടെയോ അതോ പുഷ്പങ്ങളുടെയോ ആണെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മണം, ഒരു സുഗന്ധമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ പെട്ടെന്ന് വൈഫിനെ വിളിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും സുഗന്ധം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അയാൾ പറഞ്ഞില്ല, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മകനെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സുഗന്ധം? ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നോട് പറഞ്ഞ്, എന്തോ ഒരു വല്ലാത്ത സുഗന്ധം തോന്നുന്നല്ലോ, ഒരു വല്ലാത്ത സുഗന്ധമാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉടനെ തന്നെ അവരോട് ഞാൻ പറഞ്ഞ്, അമ്മ വന്നിട്ടുണ്ട്, അമ്മയുടെ പ്രസൻസ് ഉണ്ട് ഇവിടെ, അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒറ്റ ദിവസം ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് രാത്രിയിൽ നിൻ്റെ പിറ്റേന്നത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അതിനുശേഷം നടന്ന ഒരു സംഭവം, എൻ്റെ മകൻ ജിഗ്മർ, ജവഹർലാൽ നെഹ്റു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരിയിൽ 3ാം വർഷത്തെ കാർഡിയോ സ്റ്റുഡൻ്റാണ്. കാർഡിയോവാസ്കുലർ ആൻഡ് കാർഡിയോ സർജറി പഠിക്കുകയാണ്. അപ്പം ഈ അടുത്ത സമയത്ത്, ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ അടുത്ത സമയത്ത് US-ൻ്റെ ഒരു മെഡിക്കൽ ടീം അവിടെ എത്തി. കാരണം ഇന്ത്യയുടെ മെഡിക്കൽ റാങ്കിനകത്ത് 2ാമത്തെ റാങ്കിങ് ആണ് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിനുള്ളത്. ഫസ്റ്റ് റാങ്ക് വന്നിട്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ സെക്കൻഡ് റാങ്കുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജിഗ്മറിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. അവൻ ഇപ്പം 3ാമത്തെ വർഷം തൊട്ട് സർജറി വിഭാഗത്തിലേക്കായി. അപ്പം അവിടെ ഒരു മെഡിക്കൽ ടീം അവരെന്തോ ഇക്വിപ്മെൻ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വന്ന് ഇവൻ്റെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചത് കൊണ്ടാവാം അവൻ്റെ HOD ചോദിച്ച്, ഈ സ്റ്റുഡൻ്റ് ആണോ അതോ സ്റ്റാഫാണോ എന്ന് ചോദിച്ച്. അന്നേരം പറഞ്ഞല്ല, സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പോകുന്നതിന് മുന്നേ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ കണ്ടു, സംസാരിച്ച്. അതെ, 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അതായത് 3rd ഇയർ സ്റ്റുഡൻ്റ്, പഠിച്ച് പൂർത്തിയൊന്നും ആയില്ല, 3ാമത്തെ വർഷത്തിൻ്റെ എക്സാം പോലും ആയിട്ടില്ല. അപ്പം അവർ പറഞ്ഞു, വന്ന് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് കണ്ടവർ സംസാരിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ഫോൺ കോളും അവന് അവൻ്റെ ഈ വന്നതിനകത്ത് ഒരാളാണ് ഫോൺ വിളിച്ചത്. നിങ്ങൾ സൂം ഇൻ്റർവ്യൂവിന് റെഡിയാണെങ്കിൽ US-ൻ്റെ ഇന്ത്യയിലുള്ള ഹെഡ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് റെഡിയാണ്. അങ്ങനെ സൂം ഇൻ്റർവ്യൂ അദ്ദേഹം ചെയ്തിട്ട് ചോദിച്ചൊരു കാര്യം ഇത് മാത്രമാണ്, നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ലോങ് ലീവ് എടുക്കുമോ അതോ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമോ എന്ന്. എന്താ ഈശ്വരൻ്റെ കൃപാകടാക്ഷം. കാരണം അവൻ പറയുന്നത് ജിഗ്മർ മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ആ എക്സാം കഴിയുന്നതിന് മുന്നേ ഒരു ജോബ് ഓഫർ ഇങ്ങനൊരു വലിയ മൾട്ടിനാഷണൽ US കമ്പനിയിലെ പോലുള്ള ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. ഇത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻറ്റിനില്ല, അത് ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റും IT സ്റ്റുഡൻറ്റിനും ഒക്കെ മാത്രമേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ഒരിക്കലും ക്യാമ്പസ് സെലക്ഷൻ ഇല്ലാത്തതാണ്. അപ്പം ഈ 1.5 മാസം കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ച അത്ഭുതങ്ങളാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ, ദൈവമേ, നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. എന്താണെന്നറിയാമോ? നമ്മൾ കറക്റ്റ് വന്ന് ശരണം പ്രാപിച്ചേക്കുന്ന യഥാർത്ഥ സ്ഥാനത്താണെന്ന് ഒരു ഹിന്ദുവായ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വന്ന് ഞാൻ കാല് ചവിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മകവഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൂടെ വരുമെന്ന് ഇവിടുന്ന് ഞാൻ പറഞ്ഞു കേട്ടത്. പക്ഷേ അത് സത്യമാണത്. നമ്മൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാക്കാം, എന്നാലേ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ചവിട്ടിയതിട്ടുള്ളൂ. ദൈവമേ, ഈ ഇരിക്കുന്ന സർവർക്കും, നിന്നെ ആരാധിക്കുന്ന സർവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ, അവർക്ക് നന്മ ഉണ്ടാകട്ടെ. എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിച്ച നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്കും അവർക്കും
അവരുടെ കുടുംബങ്ങൾക്കും നന്മയും കരുണയും ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുദേവൻ്റെയും ഈ പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ശതകോടി പ്രണാമം. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയൊരു ജന്മം കിട്ടുവാണെങ്കിലും ഇതുപോലെ ദേവ നിന്നെ സ്നേഹിക്കാൻ മാത്രമുള്ളൊരു ഇങ്ങനൊരു ഹൃദയമായിട്ട് എന്നെ ജനിപ്പിച്ചാൽ മതി. അതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും വാത്സല്യം വളരെ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. വളരെ ശാന്തമായിട്ടുള്ള എല്ലാവരോടും ഒരു കരുണാർദ്രമായ മനസ്സ് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ പത്രം എനിക്ക് അന്ന് ഞാൻ കൊണ്ടുപോയി. പത്രം ഞാൻ ചോദിച്ചു 1-2 പേരോട് എങ്ങനെയാണ്. അന്നേരം പറഞ്ഞ് ആർക്കാന്ന് വെച്ചാൽ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലൊരു അമ്മയോട് ഞാൻ പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ, അമ്മേ ഇത് ഞാൻ കൊടുക്കുന്ന യഥാർത്ഥ കൈകളിൽ തന്നെ ആവാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും മേടിച്ച് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയരുതല്ലോ. അപ്പം ഞാൻ ഓർത്ത് ഇതിന് ഏറ്റവും നല്ല സ്ഥലം ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വീടിന് 15 കിലോമീറ്റർ അപ്പുറമാണ്. അന്ന് ഞാൻ അവിടെ പോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ആൾക്കാരെ കണ്ട് ഈ പത്രങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഇത് ദൈവമാതാവിൻ്റെ അത്ഭുതങ്ങളിലെ സാക്ഷിത്വമാണ്, നിങ്ങൾക്ക് വായിക്കുക. പക്ഷേ ഇത് വലിച്ചെറിയരുത്. നിങ്ങൾക്ക് വായിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം. അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ മറ്റാർക്കെങ്കിലും കിട്ടുമല്ലോ, അല്ലാതെ വലിച്ചെറിയരുത്. അത് ഞാൻ കൊടുത്ത എല്ലാവരോടും പറഞ്ഞു. ലാസ്റ്റ് വന്നിട്ട് ഒരു പത്രം എൻ്റെ കയ്യിൽ ബാക്കിയായി. ഞാൻ ആശുപത്രിയിലാണ്, ആ സമയത്ത് ആശുപത്രിയിലാണ്. ആ പത്രവും കൊണ്ട് ഞാൻ കുറേ നടന്ന് ആ ഏരിയയിൽ അങ്ങനെ എൻ്റെ കണ്ണിൽ ആരും പെടുന്നില്ലായിരിക്കാം. പക്ഷേ എൻ്റെ അങ്ങനൊരു മുഖം എനിക്ക് കണ്ടില്ല. അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ദൈവമാതാവേ ഒരു പക്ഷേങ്കിൽ അമ്മയുടെ നിശ്ചയം വേറെ വല്ലതും ആയിരിക്കാം. ഞാൻ ആ പത്രം കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു പത്രം ബാക്കിയുണ്ടായിരുന്നു, അതും കൊണ്ട് ഞാൻ തിരികെ വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ എന്നെ തേടി ഒരു സ്ത്രീ വന്ന് എൻ്റെ വീട്ടിൽ വന്നത്. അവരുടെ കൊച്ചുമകന് ഈ ഷിപ്പിലെ ജോലി സംബന്ധമായ കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ് കുറേ കാലമായിട്ട് പഠിച്ച് കുറേ എൻജിനീയറിങ്ങിൻ്റെ ഷിപ്പിൻ്റെ എൻജിനീയറിങ് കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്, ജോലി ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനി അറിയാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പറയണമെന്നും അത് പറയാൻ വേണ്ടിയിട്ട് അവർ വന്നേ. അപ്പം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഒരു പക്ഷേ അമ്മ ആഗ്രഹിച്ചത് ഇതാണോ? കാരണം എന്ന് വെച്ചാൽ ആ പത്രം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഞാൻ പെട്ടെന്ന് ആ പത്രം എടുത്തുകൊണ്ട് നടന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞ്, ഞാൻ കൊടുത്തതിനകത്ത് ഒരു പത്രം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളിനെ കാണാത്തത് കൊണ്ടാണോ കാണിക്കാത്തത് കൊണ്ടാണോ ഈ പത്രം നിങ്ങൾക്ക് വേണ്ടി വിധിച്ചതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ ആ സന്നിധാനത്തേക്ക് വിളിക്കുന്നുണ്ട്, കാര്യം നടക്കും. ഈ പത്രം വെക്കുക, നിങ്ങളുടെ ആ കൊച്ചുമകനെയും കൊണ്ട് നിങ്ങൾ അവിടെ പോവുക, കാര്യം നടക്കും. മാസങ്ങളൊന്നും വേണ്ടി വരില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം അവിടെ നിന്ന് പോയി നോക്ക്, കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മുന്നിൽ ആര് കൈ നീട്ടിയാലും എൻ്റെ ആ മുഖം നോക്കുമ്പോൾ അറിയാമല്ലോ വിശപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചുറ്റുപാടും ആഹാരം ഉണ്ടെങ്കിൽ ആഹാരം വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് ഭക്ഷണം വാങ്ങി കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരുപാട് മാഫിയകളൊക്കെ ഉണ്ടല്ലോ. കാരണം കുഞ്ഞുങ്ങളെയും വൃദ്ധരെയൊക്കെ ഇങ്ങനെ എടുപ്പിച്ച് അവരിൽ ഒരു പൈസ പോകരുതെന്നൊരാഗ്രഹം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ വിശക്കുന്നവർക്ക് കൊടുക്കണമെന്ന് മനസ്സ് നിറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു ഈശ്വര സേവ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ചെയ്ത ഈശ്വര സേവയെക്കാട്ടിൽ 10 മടങ്ങ് കൂടുതലാണ് എനിക്ക് തന്ന ബ്ലെസ്സിങ് അനുഭവങ്ങൾ. കാരണം ഇനിയിപ്പം എനിക്ക് ഒരു കാര്യം മാത്രം ദൈവസന്നിധിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു പോവാണ്. ഇപ്പം എൻ്റെ മകളെപ്പറ്റി എനിക്ക് യാതൊരുവിധ ചിന്തയില്ല. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിങ്ങനെ എരിയുമായിരുന്നു. കാരണം എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മകള്, കാരണം എന്ന് വെച്ചാൽ ഒരു ആഹാരം വിശന്നാൽ ചോദിച്ചു വാങ്ങി കഴിക്കാൻ പോലും ഉള്ള ഒരു കഴിവില്ലാത്തൊരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് എന്താ ബോധ്യമായെന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളില്ലാതെ വന്നാലും അവൾ സുരക്ഷിതയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ എത്തേണ്ട കൈകളിലാണ് എത്തിയിരിക്കുന്നത്, സുരക്ഷിതമായ കൈകളിലാണ് അവൾ എത്തിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ
പിന്നെ ഈ ദൈവമാതാവിന് എന്താ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തത്? ഇനി ഞാനോട് എടുക്കുന്ന ഉടമ്പടി ഈ പുണ്യ പരിപാവനമായ ഈ സന്നിധിയിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് ഞാൻ ദൈവത്തിനോട് ചെയ്യുന്ന സാക്ഷ്യവും വാക്കുമാണ്. ഇനി ഞാൻ എടുക്കുന്ന ഉടമ്പടി ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ആജീവനാന്തം സർവശക്തനായി തമ്പുരാനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടി അതിനു വേണ്ടി. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാം എനിക്ക് കിട്ടുമെന്ന്. ദൈവമേ, സർവശക്തനായ തമ്പുരാനെ, അങ്ങേ ആശ്രയിക്കുന്ന സർവർക്കും സർവ്വപുണ്യവും കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 ശതകോടി പ്രണാമം ചെയ്ത്, അമ്മേ ദൈവമാതാവേ, ഈ കാരുണ്യവും കൃപയും എപ്പോഴും ഞങ്ങളിൽ ചൊരിയണമേ. ആമേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെയുള്ള ഒരു മരണവക്ത്രത്തിൽ നിന്നാണ് ഈ മകൻ ഇവിടെ വരുന്നത്? അതിന് തൻ്റെ സുഹൃത്തുക്കൾ നിമിത്തമായെന്ന് പറയുന്നു. പക്ഷേ വളരെ ബോധ്യത്തോടെ പറഞ്ഞു കഴിഞ്ഞു, അതിനെന്നെ വിളിക്കണം. എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ വന്നത് വേറെ ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ അമ്മ എന്നെ കൊണ്ടുവന്നതാണ്, എൻ്റെ ക്രിസ്തുദേവൻ എന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ തൻ്റെ യേശുനാഥനോടുള്ള തൻ്റെ അകമഴിഞ്ഞ സ്നേഹം, കുരിശ് കാണുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്ന വേദന, ബൈബിള് ഈശോയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ബൈബിളിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കിടന്ന രാത്രികൾ, ഒറ്റയ്ക്ക് ഷിപ്പിൽ ഏകാന്തനായിരിക്കുമ്പോൾ സംസാരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? ഒരു സത്യദൈവം മാത്രമാണ്. ആ സത്യദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് താൻ ഈ ഉടമ്പടിയിലൂടെ ഒന്നുകൂടെ കടന്നു വന്നിരിക്കുന്നതെന്ന് വളരെ ബോധ്യത്തോടെ പറയുന്ന ഈ മകൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൻ്റെ മകളുടെ സംസാര ശേഷി, ഒന്നും പറയില്ലാത്ത കുഞ്ഞ് ഇപ്പോൾ അവ്യക്തമായിട്ട് വാക്കുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് വിഷാംശം മൂലമുണ്ടായ നീര്, അത് പൂർണ്ണമായും ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെ സൗഖ്യപ്പെട്ടു. പിന്നീട് തൻ്റെ മകന് 5 വർഷത്തെ പഠനമാണ് കാർഡിയോ വാസ്കുലർ ആൻഡ് കാർഡിയോ സർജറി. എന്നാൽ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിലെ 2nd റാങ്ക് കോളേജ് എന്നാണ് നമുക്കും അറിയാമത്. അപ്പോൾ ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ജോലി ലഭിച്ചിട്ടില്ല. എന്നാൽ US ബേസ്ഡ് കമ്പനി മകനെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് നാം കേട്ടു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം മാത്രമാണ് ആ മകനോട് ചോദിച്ചത്. താൻ ഉടമ്പടി എടുത്തിട്ട് 1.5 മാസമായതേയുള്ളൂ. 3 ദിവസത്തിനിടയ്ക്ക് തൻ്റെ കുടുംബത്തിൽ നടന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ മകൻ ഇവിടെ പങ്കുവച്ചത്. ഇനി ജീവിക്കുന്നെങ്കിൽ ഈശോയോട് കൂടി മാത്രം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അതെൻ്റെ ക്രിസ്തുദേവന് വേണ്ടി മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യപ്പെട്ടവരാണ്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും പറയുക. ഈ പുണ്യഭൂമിയിലേക്ക് ആരും വെറുതെ വരുന്നതല്ല. അതായത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ആയിട്ട് നമ്മൾ വരുന്നതല്ല. നമ്മെ ദൈവം വിളിക്കുന്നത് കൊണ്ടാണ് നാം ഈ പുണ്യഭൂമിയിൽ വരുന്നത്. അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ ദൈവമാതാവാണ്. അമ്മ നിരൂപിച്ചാൽ ഇനി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിലൂടെ ചോദിക്കില്ല. നമുക്കൊക്കെ ഒരു നിർദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാതൃക തന്നെയാണ്. നാം ഉടമ്പടി പുതുക്കി നിൽക്കുന്നു, പല കാര്യങ്ങൾ നാം വെക്കുന്നു, നടക്കാത്തതിനെക്കുറിച്ച് പരിഭവിക്കുന്നു, പരിതപിച്ച് ആകുലപ്പെട്ട് നാം ആവലാതികളുമായി ഓടി നടക്കുകയാണ്. എന്നാൽ തനിക്കിനി ഒന്നും വേണ്ട, തനിക്ക് തൻ്റെ ഈശോ മാത്രം മതി. ഈശോയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എനിക്കെല്ലാം തന്നുകൊള്ളുമല്ലോ. ഇതൊക്കെ ഒരു അക്രൈസ്തവനായ മകൻ ഇവിടെ നിന്ന് പറയുമ്പോൾ
തീർച്ചയായും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മാസത്തിൽ ഡിസംബർ 7 19ാമത്തെ വാർഷിക നാം അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് സുഗന്ധാഭിഷേകമായി അമ്മ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുവെന്ന് ഈ മകൻ പറയുന്നു. ഇത് ഇന്നത്തെ ആദ്യത്തെ സാക്ഷ്യമായിരിക്കാം, എന്നാൽ എത്രയോ അനുഭവ സാക്ഷ്യങ്ങളാണ് അമ്മയെ നേരിൽ കാണുന്നവർ, അമ്മ സംസാരിക്കുന്നവർ, അമ്മയുടെ സുഗന്ധ അഭിഷേകം കൊടുക്കുന്നവർ. ഇങ്ങനെ അമ്മ ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജീവനോടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഓരോ ദിവസവും. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് പറയുന്ന തിരുവചനം അക്ഷരാർത്ഥത്തിൽ ഓരോ മക്കളുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ബോധ്യങ്ങൾ വേണമെന്ന് മാത്രം. സത്യസന്ധമായിരിക്കണം, വിശ്വസ്തമായിരിക്കണം നമ്മുടെ ഉടമ്പടി. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.